Hi guys, welcome back. Deepak here. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ഷൻ സോർട്ട് പറയാൻ പോവാണ്. ഓക്കെ, എന്താണ് നമ്മൾ ബബിൾ സോർട്ട് പറഞ്ഞു, സെലക്ഷൻ സോർട്ട്. ആൻഡ് സെലക്ഷൻ സോർട്ട് ബബിൾ സോർട്ടിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇനി ഇത്രയും സോർട്ടേ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇത്രയും സോർട്ടല്ല, കുറേ സോർട്ടുണ്ട്. ഇൻസേർഷൻ സോർട്ട് ആൻഡ് മെർജ് സോർട്ട് ആൻഡ് ക്വിക്ക് സോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ സോർട്ടിങ് ടെക്നിക്ക് ഉണ്ട്. സോ നമുക്ക് മെയിൻലി ബബിൾ സോർട്ട് ആൻഡ് സെലക്ഷൻ സോർട്ട്. ആൻഡ് ഏത് സോർട്ട് യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ഡിപ്പെൻഡ് ഓൺ ദി പ്രോബ്ലം ആൻഡ് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി അങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇപ്പം നമുക്ക് സെലക്ഷൻ സോർട്ട് പറയാം. ഇനി എന്താണ് സെലക്ഷൻ സോർട്ടും ബബിൾ സോർട്ടും തമ്മിലുള്ള വ്യത്യാസം? ബബിൾ സോർട്ടിൽ നമ്മൾ അടുത്തടുത്ത രണ്ട് ഇൻഡെക്സിൽ കമ്പയർ ചെയ്തിട്ട് വലുതേതാന്ന് വെച്ചാൽ സ്വാപ്പ് ചെയ്ത് പോകുന്നു അല്ലേ. ബട്ട് സെലക്ഷൻ സോർട്ടിൽ നമ്മൾ ഒരു എലമെന്റ് നമ്മൾ മിനിമം ആയിട്ട് വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് 0ത്തോടുള്ള ഇൻഡെക്സിനുള്ള നമ്പർ ഞാൻ മിനിമം ആക്കി വെച്ചിട്ട് ഈ അറേയുടെ ബാക്കി എലമെന്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏതാണോ ചെറുത് അതെടുത്ത് സ്വാപ്പ് ചെയ്യും. ആൻഡ് ഇവിടെ ഇതാണല്ലോ നമ്മുടെ അറേ, സിക്സ് എലമെന്റ്സ് ഉള്ള ഒരു അറേ ആൻഡ് നോൺ സോർട്ടഡ് അറേ ആണ്. ഈ അറേ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി സോർട്ടഡ് സബ് അറേ. നമ്മൾ എന്താണ് സബ്സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലെ തന്നെ സോർട്ടഡ് സബ് അറേ ആൻഡ് ദിസ് വിൽ ബി അൺസോർട്ടഡ് സബ് അറേ. ഓക്കെ, അൺസോർട്ടഡ് സബ് അറേ. ഈ അൺസോർട്ടഡ് സബ് അറേന്ന് നമുക്ക് ഇത് സോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സോർട്ടഡ് റീജിയനിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഇൻഡെക്സിലിരിക്കുന്ന നമ്പർ 7 മിനിമം ആയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ബാക്കി നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി 1 ആണ് ഏറ്റവും ചെറുത്. സോ 1 വിൽ ബി സ്വാപ്പ്. 1 സ്വാപ്പ് ചെയ്യുമ്പോൾ എവിടെ വരും, സോർട്ടഡ് റീജിയന് വരും. ആൻഡ് 1 and 7 are swapped. So വേണ്ട. അപ്പോൾ ബാക്കി എലമെന്റ്സ് അതേപോലെ തന്നെ വരും. 4, 6, 3, 7, 8. ഇത് നമ്മുടെ ഇറിറ്റേഷൻ നമ്പർ 1. ഓക്കെ, ഒന്നാമത്തെ ഇറിറ്റേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ആൻഡ് ഇവിടെ 1 ആണ് സ്വാപ്പ് ആയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു കളറിൽ റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത് സോർട്ടഡ് റീജിയനുള്ള നമ്പേഴ്സും ബ്ലാക്ക് കളർ എഴുതിയിരിക്കുന്നത് അൺസോർട്ടഡ് റീജിയനുള്ള നമ്പേഴ്സും. ഇനി അടുത്ത ഞാൻ എന്ത് ചെയ്യും, 4 മിനിമം നമ്പർ ആക്കും. എന്നിട്ട് ബാക്കി നമ്പേഴ്സിനെ കൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് 3 ചെറുതാണ്. സോ 3 വിൽ ബി ചേഞ്ച് സ്വാപ്പ്. ഓക്കെ, 1, 3 ആൻഡ് ബാക്കി നമ്പേഴ്സ് 6, 4, 7, 8. ഓക്കെ, ഇത് നമ്മുടെ ഇറിറ്റേഷൻ നമ്പർ 2. ഓക്കെ, ഇറിറ്റേഷൻ നമ്പർ 2. അടുത്തത് 6 നമ്മൾ സ്മോൾ ആക്കുന്നു. ഇനി അതിനേക്കാളും ചെറിയ സ്മോൾ നമ്പേഴ്സ് ഉണ്ടോ നോക്കുന്നു. 4 ഉണ്ട്. സോ 1, 4 1, 3, 4 and 6, 7, 8. That will be sorted, right? 6, 7, 8. ഇറിറ്റേഷൻ നമ്പർ 3. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ പറ്റി, മീൻസ് എന്ത് പറ്റി, 3 ഇറിറ്റേഷൻ കഴിഞ്ഞപ്പോഴേ അറേ സോർട്ടഡ് ആയി. സോ ഞാൻ ജസ്റ്റ് നമ്പർ ഒന്ന് മാറ്റാം. 7, 4 ജസ്റ്റ് നമുക്ക് നമ്പർ മാറ്റി ഞാനിവിടെ 10 ആക്കുന്നു. 8, 3, 1. ഓക്കെ, ഫസ്റ്റ് ഇറിറ്റേഷൻ കഴിയുമ്പോൾ 1 അവിടെ പോയി. ആൻസർ വിൽ ബി നമ്മൾ 3 ഇറിറ്റേഷൻ കഴിഞ്ഞപ്പോഴേ അറേ സോർട്ടഡായി. അപ്പോൾ നമുക്ക് ബാക്കി കറക്റ്റ് കണ്ടീഷൻ പറയാൻ പറ്റൂല, എല്ലാ അറേയിലും ഇങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് നമ്പർ മാറ്റിയത്. ആൻഡ് ഫസ്റ്റ് ഇറിറ്റേഷൻ കഴിയുമ്പോൾ 1 ആൻഡ് ബാക്കി നമ്പേഴ്സ് എല്ലാം അതേപോലെ 4, 10, 8, 3, 7. ഓക്കെ, രണ്ടാമത്തെ ഇറിറ്റേഷൻ കഴിയുമ്പോൾ 1, 3, 4 ആണ് മിനിമം. ചെറിയ നമ്പർ കണ്ടുപിടിക്കുന്നു, സോർട്ടഡ് റീജിയനിലേക്ക് മാറ്റുന്നു. സോ 10, 8, 4, 7. മൂന്നാമത്തെ ഇറിറ്റേഷൻ കഴിയുമ്പോൾ 1, 3, 4. ഓക്കെ, 10 മിനിമം ആക്കി 4 നമ്മൾ സോൾവ് ചെയ്യും. ആൻഡ് ദർ വിൽ ബി 8, 10, 7. ഇറിറ്റേഷൻ നമ്പർ 4. ഇറിറ്റേഷൻ നമ്പർ 4 ആകുമ്പോൾ 1, 3,
and 4, 7, 8 and 10. And iteration number 5, ചെറിയ നമ്പർ ഉണ്ടോ എന്ന് നോക്കുന്നു. That would be 1, 3, 4, 7, 8 തന്നെയാണ്. 8 അവിടെ തന്നെ ഇരിക്കും. And 10 will be already in the correct position like bubble sort. Okay. അപ്പോൾ 10 ഓൾറെഡി എന്ത് ചെയ്തു, അതിന്റെ കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇതാണ് സെലക്ഷൻ സോർട്ടിൽ സംഭവിക്കുന്നത്. ഒരു നമ്പറിനെ നമ്മൾ മിനിമം ആക്കി വെക്കുന്നു, ആ നമ്പറിനെ നമ്മൾ ബാക്കി നമ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് ചെറുതേതാണോ അതിനെ നമ്മൾ സോർട്ടർ റീജിയനിലേക്ക് അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യും. ഇവിടെ നമുക്ക് 6 എലമെന്റ്സ് ഉണ്ട്. സോ എത്ര ഇറിറ്റേഷൻ വേണ്ടി വന്നു? 5 ഇറിറ്റേഷൻ വേണ്ടി വന്നു. സോറി, പെന്നല്ലായിരുന്നു ഞാൻ എടുത്തത്. ആൻഡ് നമുക്ക് 5 ഇറിറ്റേഷൻ വേണ്ടി വന്നു. സോ n-1 ഇറിറ്റേഷൻസ്. സോ ജസ്റ്റ് ഫോർ ലൂപ്പ്. ഓക്കെ, നമുക്ക് ഇതിന്റെ കോഡ് ഒന്ന് എഴുതി വെക്കാം. ജസ്റ്റ് ഫോർ ലൂപ്പ്. ഫസ്റ്റ് നമുക്ക് ഈ ഇറിറ്റേഷൻ ഉള്ള ലൂപ്പ് വേണം അല്ലേ? നമുക്ക് 5 ഇറിറ്റേഷൻ ഉണ്ട്. സോ i = 0 to i less than n-1. ഇവിടെ നിങ്ങൾ 1 സ്റ്റാർട്ട് ചെയ്താൽ i less than or equal to n-1 എന്ന് കൊടുത്താൽ മതി. then i++. then after that ഇവിടെ നമുക്ക് ഇറിറ്റേഷൻ മാത്രമല്ലല്ലോ, കമ്പാരിസൺ 1ഉം 4ഉം 10ഉം 8ഉം 3ഉം 1 വെച്ചൊക്കെ കമ്പയർ ചെയ്യണം. സോ അതിന് നമുക്ക് ഒരു ലൂപ്പാണ്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? 7നെ ഈ വരുന്ന ഇൻഡെക്സിനെ നമ്മൾ മിനിമം എന്ന് പറഞ്ഞ് വെച്ചു. ഈ മിനിമത്തിലോട്ട് നമ്മൾ ഐ വെച്ചു. ഓക്കെ, വരുന്ന നമ്പറിനെ നമ്മൾ മിനിമം ആക്കി വെച്ചു. എന്നിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോവാണ്. ഫോർ j = 0 ആൻഡ് j കമ്പയർ ചെയ്യുമ്പോൾ അവസാനം വരെ കമ്പയർ ചെയ്യണം. സോ j less than n and j++. ഓക്കെ, then നമ്മൾ ചെക്ക് ചെയ്യണം. if നമ്മുടെ നമ്പർ array of jയ്ക്കകത്തിരിക്കുന്നത് array of മിനിമത്തിന്റെ, അതായത് നമ്മൾ വെച്ചതിനേക്കാളും ചെറുതാണോ എന്ന് നോക്കണം. ആണെങ്കിൽ എന്താക്കി മാറ്റണം? മിനിമം j ആക്കി മാറ്റണം. മിനിമത്തെ നമ്മൾ j ആക്കി മാറ്റി. ആൻഡ് ആഫ്റ്റർ ദിസ് ലൂപ്പ് ആൻഡ് ഇഫ് നമ്മൾ ചെക്ക് ചെയ്യണം, ഇഫ് മിനിമത്തിന്റെ വാല്യൂ i തന്നെ ആണോ അല്ലെങ്കിൽ മാറിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. നോട്ട് ഈക്വൽ ടു i, നമ്മൾ ഫസ്റ്റ് വെച്ച് വാല്യൂ തന്നെ ആണോ? അങ്ങനെയാണെങ്കിൽ സ്വാപ്പ് ചെയ്യാം. അത് കറക്റ്റ് ആ നമ്പർ തന്നെ ആണെങ്കിൽ ഐയുടെ വാല്യൂ മാറിയിട്ടില്ല, പിന്നെ നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ 1 ആണ് സപ്പോസ്, ഫസ്റ്റ് നമ്പർ ഈ 7 മാറി 1 ആണ് ഇരുന്നത്. ചെറിയ നമ്പർ 1 ആയതുകൊണ്ട് വേറെ സ്വാപ്പ് ചെയ്യാനൊന്നുമില്ല. സോ അത് മാറ്റേണ്ട ആവശ്യം നമുക്കില്ല. സോ എന്ത് ചെയ്യും? ചേഞ്ച് ആയെങ്കിൽ മാത്രം നമുക്ക് സ്വാപ്പ് ചെയ്താൽ മതി. ദെൻ നമുക്ക് ഇതിന്റെ കോഡ് ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, നമ്മുടെ ബബിൾ സോർട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ബബിൾ സോർട്ട് അവിടെ ഇരിക്കട്ടെ. ആൻഡ് വി വിൽ റൈറ്റ് selection sort. Okay, or selection sort int array. and ഈ arrayയുടെ പേര് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാൻ കേട്ടോ, ഇത് ഫോർമൽ വേരിയബിൾ ആണ്, എന്തുകൊണ്ടാണ് കൊടുക്കാം. int n നമ്മുടെ സൈസ്. then ഫസ്റ്റ് നമുക്കൊരു വേരിയബിളോട് വേണം മിനിമം എന്ന് പറഞ്ഞാൽ. for loop i = 0, i less than n-1, i++. ഓക്കെ, ദെൻ ഈ മിനിമത്തിലേക്ക് നമ്മൾ എന്തിനെ വയ്ക്കാം? ഐ. ആ വരുന്ന ഇൻഡെക്സിനെ നമ്മൾ മിനിമം ആയിട്ട് അസ്യൂം ചെയ്യണം. ദെൻ കമ്പയർ ചെയ്യണം ബാക്കി നമ്പേഴ്സ് വെച്ച്. സോ 0 അല്ലെങ്കിൽ ആ നമ്പർ വെച്ച് തന്നെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ? ഇല്ല. ഇപ്പൊ നോക്കിയേ, ഈ 7നോട് തന്നെ വീണ്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 1 സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഇൻഡെക്സ് 4 ആണ് എടുത്തത്. അപ്പോൾ രണ്ടാമത്തെ ഇൻഡെക്സിന് വീണ്ടും ആദ്യം തൊട്ട് വീണ്ടും കമ്പയർ ചെയ്തിട്ടുണ്ട്. എവിടെയാണോ തുടങ്ങുന്നത് അതിന്റെ തൊട്ടടുത്തോട്ട് കമ്പയർ ചെയ്ത് തുടങ്ങിയാൽ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? j = j+1 i+1 എന്ന് കൊടുക്കാൻ പറ്റും. and j less than n and j++. and extension. Then if array of j
ലെസ് ദാൻ array of നമ്മുടെ മിനിമം ആണെങ്കിൽ മിനിമത്തിന്റെ വാല്യൂ എന്താക്കുക, j ആക്കുക. ദിസ് ഫോർ ലൂപ്പ് നമ്മൾ ചെക്ക് ചെയ്യാം. ഇഫ് മിനിമത്തിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു i ആണ്, അങ്ങനെയാണെങ്കിൽ സ്വാപ്പ് ചെയ്യാൻ നമുക്ക് വേണ്ട ഒരു വേരിയബിൾ വേണം, ടെമ്പ് വരും. ടെമ്പിനകത്തോട്ട് നമ്മൾ എന്തിനെ വെക്കുന്നു, array of i വെക്കുന്നു, array of i-ക്കകത്തോട്ട് array of j വെക്കുന്നു, array of j-ക്കകത്തോട്ട് ടെമ്പിനെ വെക്കും. ഓക്കെ, ആ വാല്യൂസ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യുന്നു. ഇതാണ് സെലക്ഷൻ സോർട്ടിന്റെ കോഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു നമ്പർ എടുക്കുന്നു, ഒരു ഫസ്റ്റ് ഇൻഡെക്സ് എടുക്കുന്നു, ആ ഇൻഡെക്സിനെ നമ്മൾ മിനിമം ആയിട്ട് അസ്യൂം ചെയ്യുന്നു, ആൻഡ് ആ നമ്പർ വെച്ച് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുന്നു. ആൻഡ് ഇവിടെ i+1 എന്ന് ചോദിക്കാൻ കാരണം, i+1 എന്ന് കൊടുക്കാൻ കാരണം, ആ വരുന്ന ഇൻഡെക്സിൽ നമ്മൾ വീണ്ടും ആ ഇൻഡെക്സ് വെച്ച് കമ്പയർ ചെയ്യണ്ട, അതിനെ മുന്നോട്ടും കമ്പയർ ചെയ്യണ്ട. വൈ? ബിക്കോസ് എന്താണ്, അതിനെ മുന്നോട്ടുള്ളത് സോർട്ട് ചെയ്തതാണ്, അതിന്റെ മുന്നേ കിടക്കുന്ന നമ്പർ സോർട്ട് ചെയ്തതാണ്. അതിന് ആ നമ്പറിനെ വീണ്ടും ആ നമ്പർ വെച്ച് തന്നെ കമ്പയർ ചെയ്യണ്ട. സോ നമുക്ക് അതിനെക്കൂടും ഒന്ന് കൂട്ടിയ ഇതിനകത്തോട്ട് എന്താണ്, ഒന്ന് കൂട്ടിയ ഇൻഡെക്സിനകത്തോട്ട് കമ്പയർ ചെയ്താൽ മതി, അടുത്ത ഇൻഡെക്സിനകത്തോട്ട് കമ്പയർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് എന്ത് i+1 എന്നുള്ളത്. അത് അവസാനം വരെ പോകണം. ഈ ജയിക്കാത്തിരിക്കുന്ന ഈ കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും നമ്പർ അല്ലെങ്കിൽ ആ അറയ്ക്കകത്ത് വരുന്ന ഏതെങ്കിലും നമ്പർ ഇപ്പോൾ ഈ മിനിമത്തിൽ ഇരിക്കുന്ന നമ്പറിനേക്കാളും ചെറുതാണെങ്കിൽ എന്ത് ചെയ്യാം, അത് സോർട്ട് ചെയ്യും. ഇനി ഇവിടെ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. മിനിമം നമ്മൾ ഫസ്റ്റ് വെച്ച i വാല്യൂ തന്നെയാണോ നോക്കുക. അല്ല എങ്കിൽ എന്ത് ചെയ്യാം, അല്ല എങ്കിൽ സോർട്ട് ചെയ്യാം. ഓക്കെ, അല്ല എങ്കിൽ i വാല്യൂ അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യാം, നമ്പേഴ്സ് സ്വാപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ ഇന്നലെ ചെയ്ത പ്രോബ്ലമാണ്. ഈ കോഡ് സിമ്പിളാണ്, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ കണ്ടവർക്ക് അറിയാം. ഓക്കെ, നമ്മളിവിടെ ജസ്റ്റ് സെലക്ഷൻ സോർട്ടിനെ വിളിക്കുന്നു. സെലക്ഷൻ സോർട്ട് ഫസ്റ്റ് നമ്മുടെ അറേ കൊടുക്കുന്നു ആൻഡ് സൈസ്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് 6 elements ആണുള്ളത്. ഓക്കെ, 6 elements, then elements ഏതൊക്കെയാണ്, 7 4 10 8 7 4 10 8 3 1. okay, and it's not sorted. and ഇവിടെ വേറൊരു നമ്പർ പ്രിന്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത്. ഗൈസ്, ഇവിടെ ഒരു സ്മോൾ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ i ആണ് എഴുതി, ഇവിടെ i അല്ല. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, j-യിലിരിക്കുന്ന വാല്യൂ മാറ്റണം. ആൻഡ് j-ക്കകത്തോട്ട് നമ്മുടെ മിനിമത്തിലിരിക്കുന്ന വാല്യൂ വയ്ക്കും. ഓക്കെ, j അല്ല, സോറി i, ഇവിടെ കറക്റ്റാണ്. i-ക്കകത്തോട്ട് മിനിമത്തിന്റെ വാല്യൂ നമ്മളിപ്പോൾ എത്ര j ആണ്. സോ സ്മോളസ്റ്റ് വാല്യൂ ആണ് ഇപ്പോൾ മിനിമത്തിരിക്കുന്നത്, അത് ഇങ്ങോട്ട് മാറ്റാം. ആൻഡ് മിനിമത്തിനകത്തോട്ട് ടെമ്പ് വയ്ക്കും. ഓക്കെ, മിനിമത്തിന്റെ വാല്യൂ അവിടെ ചേഞ്ച് ആയപ്പോൾ എന്തായി, i-ക്കകത്തിരിക്കുന്ന വാല്യൂ എടുത്ത് ടെമ്പിനകത്തോട്ട് വെക്കുക. ആൻഡ് ഇപ്പോൾ ഇരിക്കുന്നത് j ആണ്, ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ് മിനിമത്തിൽ ഇരിക്കുന്നത്, അതെടുത്ത് i-യുടെ പൊസിഷനിലേക്ക് കൊണ്ടുവയ്ക്കുക. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആൻഡ് വി വിൽ ട്രൈ വൺ മോർ ടൈം. സൈസ് ഈസ് 7, സോറി 6 ആണല്ലേ. ആൻഡ് 6 നമ്മൾ പറഞ്ഞത് 6 ആണ്, അതുകൊണ്ടാണ് ഞാൻ 6 എടുത്തത്. 7 4 10 8 3 1. സോപ്പ് ആയിട്ടുണ്ട്. 1 3 4 7 8 10. ഇതാണ് നമ്മുടെ സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് സ്വാപ്പ് ചെയ്യുന്ന സമയത്ത്.
ഐക്കകത്തോട്ട് ഇപ്പോൾ മിനിമത്തിൻ്റെ വാല്യൂ എടുത്ത് ഐയുടെ പൊസിഷനിലേക്ക് കൊണ്ടുവയ്ക്കുക. അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളവിടെ ചെയ്ത പയ്യും ചെയ്യും, നമ്മൾ ബബിൾ സോർട്ട് പോലെ ചെയ്ത് വെച്ചു, അതാണ് പ്രശ്നം പറ്റിയത്. ആൻഡ് ജസ്റ്റ് ഇതാണ് എന്ത് സെലക്ഷൻ സോർട്ട്. ഇനി ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തന്നെ ചെയ്ത് നോക്കുക, തന്നെ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ഈസ് അബൌട്ട് സെർച്ചിങ് ടെക്നിക്കാണ്. 2 സെർച്ച് കൂടെ നമ്മൾ ഒരു വീഡിയോയിലാണ് ചെയ്യാൻ പോകുന്നത്. മേ ബി ലെങ്ത് കൂടുതലായിരിക്കും. ആൻഡ് ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ആൻഡ് ഇത് ഇച്ചിരി കൺഫ്യൂസ് ഉണ്ടാക്കുന്ന ടോപ്പിക്കാണ്. ആദ്യം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, കോൺസെപ്റ്റ് അറിയാൻ തന്നെ ചെയ്ത് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ കണ്ടു നോക്കുക. ആൻഡ് ഇതാണ് ഇവിടാണ് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. ആൻഡ് അതെപ്പോഴും പറ്റുന്നതാണ്. സോ ഇവിടെ സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് വെരി കെയർഫുൾ. Okay, that's enough for this video. Till then, we will meet in the next video. Till then, bye.